الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. نحمدك يا من أوضحت لنا سبل الهداية وأصلحت عن بصائرنا وشاوت الغوايا. ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ എവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രകാരം അല്ലാഹുവിനെ സദാ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആന്റെ പതിപ്പുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ എല്ലാവരും മതപരമായി ഒരേ ഗണത്തിൽ അല്ലെങ്കിൽ ഒരേ നിലവാരത്തിലല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മതവിഷയങ്ങളിൽ ദീനിനോട് കാണിക്കുന്ന താല്പര്യവും കണിശതയും പലപ്പോഴും പലർക്കും വ്യത്യസ്തമായ രൂപത്തിലാണ് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ദീനിനോട് ചില ആളുകൾ കാണിക്കുന്ന കണിശതയും കൃത്യനിഷ്ഠതയും ഒന്നും പലർക്കും സാധിക്കാറില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പറഞ്ഞു വന്നത്, ദീനിന്റെ വിഷയത്തിൽ പലരും പല തട്ടിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ വീട്ടിൽ താമസിക്കുന്ന, ഒരേ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുന്ന, ഒരേ റൂമിൽ ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ പോലും ശരി,
വ്യത്യസ്തമായ ദീനിനോടുള്ള കാഴ്ചപ്പാടും കണിശതയും നിലവാരത്തിലുമൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട് മാത്രം പരിശോധിച്ചാൽ ഒരു മേൽക്കൂരയുടെ താഴെ ജീവിക്കുന്ന മാതാവാകട്ടെ, പിതാവാകട്ടെ, മക്കളാകട്ടെ, മറ്റുള്ളവരാകട്ടെ, അവരുടെയൊക്കെ ദീനിനോടുള്ള കണിശതയും നിലവാരവും നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ വീട്ടിലെ ഒരു സോഫയിൽ പിതാവിരിക്കുന്നുണ്ടാകും, മാതാവിരിക്കുന്നുണ്ടാകും, മക്കളുണ്ടാകും, എല്ലാവരും ഇരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. എല്ലാവരുടെ കയ്യിലും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഫോൺ ഉണ്ടാകും. ഈ ഫോണിൽ ഏതൊക്കെ നിലക്കായിരിക്കും ഉപയോഗിക്കുക? ഒരുപക്ഷെ പിതാവ് ദീനിനോട് കണിശതയും അതുപോലെ തന്നെ ദീനിയായ കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ആ മൊബൈലിൽ ഖുർആൻ ഓതുകയോ അല്ലെങ്കിൽ ദീനിയായ ക്ലാസ് കേൾക്കുകയോ അത്തരം ഏതെങ്കിലും സൈറ്റുകൾ സന്ദർശിക്കുകയോ ഒക്കെ ചെയ്യുകയായിരിക്കും. അതേസമയത്ത് മാതാവും അങ്ങനെയുള്ള ഒരു മാതാവാണെങ്കിൽ ആ നിലയിലുള്ള ഏതെങ്കിലും കാര്യങ്ങളോ ഖുർആൻ ക്ലാസുകളോ അത്തരം കാര്യങ്ങളോ കേൾക്കുന്ന ഒരു മാതാവായിരിക്കും ആ സാഹചര്യത്തിൽ ഉണ്ടാവുക. എന്നാൽ അതേ സമയത്ത് അതേ മൊബൈലുമായിരിക്കുന്ന മറ്റു മക്കളെ ആലോചിച്ചാൽ ദീനിനോട് കണിശതയില്ലാത്തവരാണെങ്കിൽ ഒരുപക്ഷെ മറ്റു പല കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമോ അതുപോലെ റീൽസുകളോ മറ്റ് സൈറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിമുകളോ ഒക്കെ കളിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വന്നത് ഒരേ കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരേ മേൽക്കൂരയുടെ താഴെ ജീവിക്കുന്നവരിൽ പോലും ദീനിന്റെ വിഷയങ്ങളിൽ വ്യത്യസ്തമായ നിലവാരത്തിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില വീടുകളിൽ പിതാവിന് നല്ല കണിശത ഉണ്ടാകും, വേഷം ഇസ്ലാമികമായിരിക്കും, നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത ഉണ്ടാകും, ഖുർആനുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം മുന്നോട്ട് പോവുക. അതേ വീട്ടിലെ ഉമ്മ ഒരുപക്ഷെ നിസ്കാരത്തിലൊന്നും കണിശത ഉണ്ടാവില്ല, സീരിയലിനോട് താല്പര്യം, സിനിമയോട് താല്പര്യം, അത്തരം റിയാലിറ്റി ഷോകളോട് താല്പര്യം, അങ്ങനെ ജീവിക്കുന്ന ഉമ്മയാകാം. അതേ വീട്ടിലെ മക്കൾ ദീനിനെ പാടെ അവഗണിച്ചു പോകുന്നവരുമാകാം. ഇതൊക്കെ നേരെ തിരിച്ചും സംഭവിക്കും. ചില വീട്ടിലെ മാതാപിതാക്കൾക്ക് ദീനിനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. മക്കളാണെങ്കിൽ ഖുർആൻ ക്ലാസുകളും അതുപോലെ പ്രഭാഷണങ്ങളും ഒക്കെ കേട്ട് അവർ ഖുർആനിലേക്കും ദീനിലേക്കും ഇസ്ലാമിലേക്കും അടുത്ത് അതിന്റെ മാധുര്യം നുകർന്ന് ദീനിനോട് കൂടുതൽ താല്പര്യവും പ്രാധാന്യവും കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളുള്ള വീടുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ മതപരമായി നമ്മുടെ നാടുകളിൽ കണിശത കാണിക്കുന്ന ആളുകൾ കാണുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരം കണിശതയൊന്നും ഇല്ലാത്ത ആ ദീനിന്റെ കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത ആളുകൾ പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർ ചോദിക്കും, ഇത്രയൊക്കെ കണിശതയുടെ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ എപ്പോഴും മതം പറഞ്ഞുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോഴും ഇത് തന്നെ പറയാൻ വട്ടാണോ? അതുപോലെ തന്നെ എപ്പോഴും മതം എന്ന് പറഞ്ഞ് മാത്രം നടന്നാൽ മതിയോ? കുറച്ചൊക്കെ ലൈഫ് ആസ്വദിക്കണ്ടേ, സന്തോഷിക്കണ്ടേ, അടിച്ചുപൊളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. എപ്പോ നോക്കിയാലും മതത്തിന്റെ കാര്യങ്ങളും ഒടുക്കത്തെ ഒരു കണിശതയും ഇത്രയും ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെയും അതുപോലെ അത് ഫോളോ ചെയ്യുന്ന, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ കുറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ചില വർത്തമാനങ്ങളും ചിലരൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഇതിലൊരു ട്വിസ്റ്റ് സംഭവിക്കും. എപ്പോഴാണത്? നമ്മുടെ പ്രിയപ്പെട്ട ഇതുപോലെ ദീന് ഫോളോ ചെയ്യുന്ന ആളുകൾ അവര് മരണപ്പെട്ടാൽ അവരെ മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് അതുപോലെ തന്നെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ എടുത്തു പോകുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ആ മയ്യത്തിനുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ ഈ അവഹേളിച്ച ഇതുപോലെ പരിഹസിച്ച ആളുകൾ തന്നെ അവിടെ നിന്ന് പറയും, ആ മനുഷ്യൻ മതപരമായി നല്ല ചിട്ടയുള്ള ആളായിരുന്നു, എല്ലാവർക്കും മാതൃകയായിരുന്നു, സത്യസന്ധനായിരുന്നു, ഒറ്റവാക്കുന്ന നമസ്കാരം അദ്ദേഹം നഷ്ടപ്പെടുത്താതെ അതിൽ കൃത്യനിഷ്ഠത കാണിക്കാൻ കണിശത കാണിച്ച വ്യക്തിയായിരുന്നു, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പോകാൻ വളരെ പ്രാധാന്യത്തോട് താല്പര്യം കാണിച്ച വ്യക്തിയായിരുന്നു, ജീവിതത്തിന്റെ രംഗങ്ങളിൽ ഒരു നയാ പൈസ പോലും വിശുദ്ധമായ മാർഗങ്ങളിലേക്ക് ചെലവഴിക്കാത്ത വ്യക്തിയായിരുന്നു. ഇങ്ങനെയൊക്കെ അന്ന് ഈ അവഹേളിച്ച ആളുകൾ തന്നെ, അതുപോലെ തന്നെ ദീനിനെ കുറ്റം പറഞ്ഞ ആളുകൾ തന്നെ, ഇത്രയൊക്കെ കണിശത വേണോ എന്ന് പറഞ്ഞ ആളുകൾ തന്നെ പറയുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു മാറ്റിപ്പറയലുകൾ ഉണ്ടാകുന്നത്? ആദ്യം അവർ പറഞ്ഞത് ദുനിയാവിന്റെ സ്ക്രീനുകളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ്, ദുനിയാവിന്റെ സുഖങ്ങളുടെ ആ കാഴ്ചകളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ആദ്യം അവരങ്ങനെ പറഞ്ഞത്.
ഒരു 30 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, പിന്നീട് നമ്മുടെ കരിയറൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യണം. അതിനുശേഷം 40 വയസ്സായി കഴിയുമ്പോൾ വീടൊക്കെ സെറ്റ് ചെയ്ത് ബാങ്ക് ബാലൻസ് ഒക്കെ ആക്കി അങ്ങനെ ഒരു 60 മുടിയൊക്കെ നനച്ച് പ്രായമാകുമ്പോൾ ദീനിലേക്ക് മടങ്ങി കുറച്ചൊക്കെ ഇബാദത്തുമായി കഴിഞ്ഞു കൂടണം എന്ന ഒരു തെറ്റായ ധാരണയുമായി ജീവിക്കുന്ന ചില ആളുകളാണ് ഈ ദീനിന് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ പരിഹസിക്കുകയും അതുപോലെ ദീനിനെ കൊച്ചാക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. തന്നിഷ്ടങ്ങളുടെയും സ്വന്തം ആഗ്രഹങ്ങളുടെയും ഇച്ഛകളുടെയും നടുവിൽ നിന്നുകൊണ്ടാണ് അന്ന് അവർ സംസാരിച്ചത്. എന്നാൽ അവിടെ നിന്ന് ചിന്തിച്ചപ്പോൾ ദീനൊക്കെ അനുസരിച്ച് ഇത്രത്തോളം കണിശമായി ജീവിച്ചാൽ ദുനിയാവ് ആസ്വദിക്കാൻ കഴിയില്ല എന്ന ഒരു ധാരണ അവരുടെ മനസ്സുകളിലേക്ക് കയറിയത് കൊണ്ടാണ് അവർ അങ്ങനെ സംസാരിച്ചത്. പിന്നീട് ആ കണിശതയൊക്കെ മാറി ഒരു മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതിനനുസരിച്ച് ജീവിച്ച പ്രിയതമ മരണപ്പെട്ടപ്പോ ആ പ്രിയതമയെ പരലോകത്തേക്ക് യാത്ര അയക്കാൻ പോകുന്ന നിമിഷത്തിൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന ചില ചിന്തകളാണ് മാറ്റി പറയുന്നത്. സ്വന്തം പിതാവിനെ, ദീനനുസരിച്ച് ജീവിത പിതാവിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മരണം എന്ന രംഗത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അതൊരു പക്ഷെ കൂടുതൽ നിലനിൽക്കൂല. ആ നിമിഷമാണ് അവൻ ഇത്തരം തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് വരെ കൂടെ ജീവിച്ച സുഹൃത്തിനെയും കൂടെ ജീവിച്ച ഇതുപോലെ കണിശമായ മാർഗങ്ങളിൽ പിൻപറ്റി മുന്നോട്ട് പോയ ആളുകളെയും അവസാനമായി ലോകത്തുനിന്ന് യാത്രയഴിച്ച് ഖബറിലേക്ക് മണ്ണടിയിടുമ്പോഴാണ് അവന് ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ മാത്രം ബോധ്യപ്പെട്ടാൽ മതിയോ ദീൻ എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. ദീനിനോട് കണിശത കാണിക്കേണ്ടതും അതുപോലെ തന്നെ കൃത്യനിഷ്ഠ പാലിക്കേണ്ടതും മരണം വരുന്നതിന് മുമ്പാണ്. ഏത് നിമിഷവും അവന്റെ ജീവിതത്തിൽ അവൻ അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവനാണ് ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ചില ആളുകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. മരണം അത് വന്നെത്തും വരെ നിഷേധിക്കും. അതുവരെ അവര് ദുനിയാവിന്റെ ചിന്തകളുമായി, സുഖങ്ങളുമായി, ഇച്ഛകളുമായി ജീവിക്കും. എന്നിട്ട് മരണം മുന്നിൽ കാണുന്ന നിമിഷം അവർ അതിൽ നിന്നൊക്കെ കുതറിമാറി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ചില തിരിച്ചറിവുകളുടെ രംഗങ്ങൾ ഖുർആനിൽ വ്യക്തമായി അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സന്ദർഭമാണ് മരണം എന്ന് പറയുന്നത്. ശ്വാസം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ദുനിയാവിൽ ഇന്ന് വരേണ്ട കാഴ്ചകളല്ല എന്നും ഇനി കാണാനിരിക്കുന്നതെന്നും കണ്ണിന്റെ കാഴ്ചയുടെ മൂർച്ച കൂടി ദുനിയാവിന്റെ ആ ഇതിന്റെ പുറത്തേക്ക് മറ്റൊരു ലോകത്തിന്റെ കാഴ്ചകൾ നേരിട്ട് കാണുമ്പോൾ, മലക്കുകളെ നേരിട്ട് കാണുമ്പോൾ മരണം തന്റെ തൊട്ടു മുന്നിലേക്ക് വന്നു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാ അഹങ്കാരവും അസ്തമിച്ചു എന്നും തന്റെ റബ്ബിലേക്ക് താൻ മടക്കപ്പെടുകയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തെ പരിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത്. ഒരു മരണം അത് അവന്റെ ജീവിതത്തിലേക്ക് നിശ്ചയമായി കടന്നു വരുന്ന ആ യാഥാർത്ഥ്യം, അത് സത്യവും കൊണ്ടുവരുമ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾ ചെലവഴിക്കണം, നിങ്ങൾ സൽക്കർമ്മകാരികളാകണം. പക്ഷെ അങ്ങനൊന്നും ചെയ്യാതെ ജീവിച്ച മനുഷ്യൻ മരണം അവന്റെ മുന്നിലെത്തുമ്പോ ഒന്ന് പിന്തിച്ചു തരുമോ എന്ന് അവൻ ഖേദിക്കുമെന്നാണ്. ഒന്ന് പിന്നേക്ക് മാറ്റി തരുമോ, ഒരു അവസരം കൂടി നൽകുമോ എന്നാണ്. എന്തിനാണ് അവസരം ചോദിക്കണമെന്ന് അറിയോ? മാതാപിതാക്കളെ കാണാനല്ല, വീട്ടിലേക്ക് തിരിച്ചു വരാനല്ല, പൂർത്തിയാക്കാത്ത വീടിന്റെ പണി പൂർത്തിയാക്കാനല്ല, വിവാഹം കഴിക്കാത്ത മക്കളെ വിവാഹം കഴിപ്പിച്ചു വിടാനല്ല, തന്റെ സമ്പത്ത് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുവാൻ വേണ്ടിയല്ല, കുടുംബത്തെ ഒന്ന് കാണാനോ സുഹൃത്തുക്കളെ ഒന്ന് കാണാൻ വേണ്ടിയല്ല. ആ സമയം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്നുവരെ അവഗണിച്ചു കളഞ്ഞ, പരിഹസിച്ച് തള്ളിയ, ഇത്രയൊക്കെ വേണോ എന്ന് പറഞ്ഞ ആ ദീനിനെ ഫോളോ ചെയ്യാൻ ഒരവസരം കൂടി നൽകുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. കണിശതയെ കളിയാക്കിയവന്റെ ഖേദമാണത്. ദീനനുസരിച്ച് ജീവിക്കുന്നവരെ വട്ടായി കണ്ടവന്റെ അവസാനത്തെ വേദനയാണത്. അങ്ങനെ പറയുമ്പോ അള്ളാഹു പറയാണ്, ഇന്നൊരു അവധി അവൻ നീക്കി കൊടുക്കൂല. ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു സെക്കൻഡ് പോലും അവന്റെ ജീവിതത്തിൽ അള്ളാഹു നീട്ടി കൊടുക്കുകയില്ല. റബ്ബിന്റെ അലംഘനീയമായ വിധി അവന്റെ മേൽ സ്ഥിരപ്പെടുകയാണ്. മരണം അവനെയും കൊണ്ട് ബർസഖിയായ ലോകത്തേക്ക് യാത്രയാവുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ എത്ര വചനങ്ങളാണ് ഇതുപോലെ അല്ലാഹു വ്യക്തമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് മരണം വന്നാൽ
അവൻ പറയും, റബ്ബേ ഒന്ന് മടക്കി തരുമോ വീണ്ടും, അല്ലെ മരണത്തിന് മുന്നേ കുറച്ച് സമയമെങ്കിലും ഒന്ന് മടക്കി തരുമോ, ഞാൻ ഉപേക്ഷിച്ച് വരുത്തിയിട്ടുള്ള നമസ്കാരമാകട്ടെ, ദീനിയായ കാര്യങ്ങളാകട്ടെ, ദീനിന്റെ ചിട്ടകളാകട്ടെ, അതൊക്കെ എനിക്കൊന്ന് ഫോളോ ചെയ്യാനുള്ള ഒരു അവസരം കൂടി എനിക്ക് വീണ്ടും നൽകുമോ എന്ന ചോദ്യമാണ്. അല്ല, ഇല്ല, ഒരിക്കലുമില്ല, അതൊരിക്കലും സംഭവ്യമല്ല. ലോകത്തിന്റെ റബ്ബ് പറയാൻ അതൊരു വെറും വാക്കു മാത്രമാണ്, ആ ഖേദം കൊണ്ടൊരു കാര്യവുമില്ല. ലോകത്ത് ഒരു മറ അല്ലാഹു സൃഷ്ടിക്കും എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കുകയാണ്. ഈ ഉപദേശം മരിക്കാൻ കിടക്കുന്നവനല്ല, ഈ ഉപദേശം മരിക്കുന്ന വ്യക്തിക്കല്ല, ഈ ഉപദേശം ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള ഉപദേശമാണ്. മരണത്തിന്റെ മുന്നേ ഒരുങ്ങാനുള്ള ഉപദേശമാണ്. നോക്കൂ നിങ്ങൾ, അതിന് എത്ര കൃത്യമായ ഉദാഹരണമാണ് അല്ലാഹു പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലൂടെ പഠിപ്പിക്കുന്നത്. നിഷേധിയും ധിക്കാരിയും അഹങ്കാരിയുമായിരുന്ന ഫിർഔന്റെ ചരിത്രം. വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹറ, കടലിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച മൂസാ നബിയെയും സംഘത്തെയും അല്ലാഹു കടൽ പുലർത്തി രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് അവന്റെ സൈന്യവും ഫിർഔന്റെ കിങ്കരന്മാരും ആ മൂസാ നബിയെയും സംഘത്തെയും തേടി അവർ തേടിയ കടലിലൂടെ മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തെ ഖുർആൻ പറയുന്നു, അതുപോലെ അതിശക്തമായ അഹങ്കാരവും ധിക്കാരവുമാണ് അവനെ ബാധിച്ചിരുന്നത്. അഹങ്കാരിയായിരുന്നു അവൻ. ദുനിയാവിലെല്ലാം നേടിയെന്നാണ് അവന്റെ വിചാരം. ഈ ലോകത്തിന്റെ രക്ഷിതാവെന്നാണ് അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ഖുർആൻ പറയാണ്, അവനെ കടലിൽ അല്ലാഹു മുക്കി നശിപ്പിച്ചു എന്നാണ്. ആ സമയത്ത് ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്. എന്താ പറഞ്ഞത്? ഈ ബനൂ ഇസ്രായേൽ സംഘം വിശ്വസിച്ച റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആരാ പറയുന്നത്? അതുവരെ ലോകത്തിലെ രക്ഷിതാവാണെന്ന് ഞാനാണെന്ന് പറഞ്ഞ ഫിറഔൻ പറയാണ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ബനൂ ഇസ്രായേൽ സംഘം വിശ്വസിച്ചവരിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. വാനമിനൽ മുർസലീൻ, ഇൽപ്പെട്ടവരിൽ ഞാൻ പെട്ടിരിക്കുന്നു എന്ന് അവൻ പറയാണ്. പക്ഷെ അല്ലാഹ് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, ഇത്രയും കാലം ധിക്കാരിയായി അധികാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് കടലിൽ മുങ്ങിത്താഴുമ്പോൾ ആ പ്രഖ്യാപന ഭയത്തിൽ നിന്നുണ്ടായ നിഷ്കളങ്കതയില്ലാത്ത കാപട്യത്തിന്റെ വാക്കാണത്. അതൊരിക്കലും ഒരു ആത്മാർത്ഥമായ വിശ്വാസമല്ല. മരണം തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ, മരണം മുന്നിൽ കാണുമ്പോ ഇനി നന്നാകാന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കാപട്യമല്ലേ എന്നുള്ള ചോദിക്കുകയാണ്. ശ്വാസം തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ ഏതു വലിയ അഹങ്കാരിക്കും ഉണ്ടാകുന്ന ഖേദമാണത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ അവസ്ഥ നമുക്കുണ്ടാകരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, മരണം വരുന്നതിന് മുമ്പേ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ഒരു രംഗമുണ്ട്, അവന് ബോധ്യപ്പെടുന്ന രംഗം. ഏതാണത്? ഖുർആൻ പറഞ്ഞു, എന്താണെന്നറിയോ ആ സംഭവം? ഒരു സംഭവം സംഭവിക്കാനുണ്ട് ഈ ലോകത്ത്. എന്താണ് ആ സംഭവം എന്നറിയുമോ? ആ യഥാർത്ഥ സംഭവം എന്താണെന്ന് നിനക്കറിയുമോ? ഖുർആൻ ചോദിക്കുകയാണ്. സത്യമായി സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അവകാശങ്ങൾ കൃത്യമായി നൽകപ്പെടുന്ന ഒരു ദിവസമാണത്. ഓരോരുത്തർക്കും അല്ലാഹു അഅദ് ചെയ്ത, വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്ന ഒരു ദിവസമാണത്. ശത്രുക്കളും അതുപോലെ തന്നെ തെറ്റി നടന്നവരും അത്തരം കൂട്ടുകാരും അത്തരം ആളുകളും പരസ്പരം തർക്കിക്കുന്ന ദിവസമാണത്. ഏതാണ് ദിവസം? അതിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് എല്ലാ പദവികളും അധികാരങ്ങളും തകർന്നടിയുന്ന ആ ദിവസത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. എല്ലാ പ്രവർത്തനങ്ങളും വിചാരണ ചെയ്യപ്പെടുന്ന പരലോകത്തിനെ കുറിച്ചാണ്, ഖിയാമത്തിനെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്നാണ്. ആ ഒരു സംഭവം സംഭവിക്കുമെന്നാണ്. ഇപ്പൊ ഇങ്ങനെ ജീവിക്കുമ്പോ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഒരു കുഴപ്പമില്ലല്ലോ, എന്തൊക്കെ നമ്മൾ ദീനനുസരിച്ച് ജീവിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കണമല്ലോ, സമ്പത്തുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, വലാ തഹ്സബന്നല്ലാഹു ഗാഫില. എല്ലാ അക്രമകാരികളും, എല്ലാ ദീനിനെ പരിഹസിക്കുന്നവരും, ദീനിനെ കഴിയൊഴിച്ച് ജീവിക്കുന്നവരും, ദീനിയായി ജീവിക്കുന്ന ആളുകളെ കളിയാക്കുന്നവരും, അവരെ കുറിച്ചൊന്നും അല്ലാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലാഹു നിങ്ങളെ വിട്ടേക്കുകയാണ്. അമ്മാ യഅമലു ളാലിമൂൻ, ഈ അക്രമകാരികൾ, അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി കൃത്യമായി റബ്ബിന് അറിയാം. ഇന്നമാ യുവഖിറുക്കും, അല്ലാഹു നൽകിയിരിക്കുകയാണ് ഒരു അവസരം. എന്തിനു വേണ്ടിയാണ്? യൗമ തശ്ഖസു ഫീഹിൽ അബ്സാർ, ഇമ വെട്ടാൻ പറ്റാത്ത രൂപത്തിൽ കണ്ണുകൾ കൂർപ്പിച്ച് ഈ ലോകത്തെ പരലോകത്തെ കാണുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. കണ്ണു കൂർപ്പിച്ച് കാണുന്ന, കണ്ണ് തെള്ളി മാറുന്ന ഒരു ദിവസം വരാനുണ്ട്. തല കുനിച്ചുകൊണ്ട്, തല വിറച്ചുകൊണ്ട് ഓടിയ വരുന്ന ഒരു ദിവസം വരാറുണ്ട്
ലാ യർതദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദത്തുഹും ഹവാഉൻ. ഹൃദയങ്ങൾ ശൂന്യമായി പോയി, ചിന്തിക്കാൻ സാധിക്കാത്ത, ധൈര്യം തീരെ ഇല്ലാതെ പോകുന്ന ഒരു സന്ദർഭം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അത് ഖബറിൽ നിന്ന് വിചാരണയുടെ ലോകത്തേക്കുള്ള യാത്രയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രംഗമാണ് അല്ലാഹു ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. അത്തരം ഒരു രംഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണം എന്നാണ്. ഭയത്തിന്റെ പരകോടിയിൽ അവരെല്ലാം നിസ്സഹരായി നിൽക്കുന്ന ഒരു രംഗമാണ് ആ ഖിയാമത്തിൽ സംഭവിക്കുക. സഹോദരന്മാരെ, ഇന്ന് ദുനിയാവിൽ നമ്മുടെ കാഴ്ചകൾക്ക് തിളക്കമുണ്ട്. ആ തിളക്കമുള്ള ഇന്ന് നമുക്ക് ദീന് പ്രയാസമാണ്, നമസ്കാരം പ്രയാസമാണ്, ഇസ്ലാമിന്റെ വസ്ത്രധാരണം നമുക്ക് പ്രയാസമാണ്, ഇസ്ലാമിനെ ഫോളോ ചെയ്യാൻ നമുക്ക് പലർക്കും പ്രയാസമാണ്. കാരണം ഈ തിളക്കമെല്ലാം മാറി മറിയുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട്. ഇതാണ് രണ്ടാമത്തെ രംഗം. മൂന്നാമത്തെ രംഗം ഖുർആൻ പറഞ്ഞു, അന്ത്യദിനത്തിലെ ശിക്ഷകൾ നേരിട്ട് കാണുമ്പോഴാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഹാഫിദത്തുർ റാഫിഅ. ഖുർആൻ പറയാണ്, അല്ലേ, ഇദാ വഖഅത്തിൽ, ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ, ലൈസ ലിവഖഅതിഹാ കാദിബ, അതിനെ നിഷേധിക്കുന്ന ആരും ഉണ്ടാവുകയില്ല. എല്ലാവരും അത് അംഗീകരിക്കും, ഇത് സത്യമാണെന്ന് അംഗീകരിക്കും. ഇപ്പൊ പറയും പരലോകമില്ല, മരണത്തിന് ശേഷം ജീവിതമില്ല, ഇല്ലേ, ഭൂമിയൊന്നും ഉണ്ടായതല്ല, അതൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ വലിയ വർത്തമാനം പറയുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ആളുകളൊക്കെ അന്ന് സമ്മതിക്കും. ശിക്ഷയെ കുറിച്ച് ആ താക്കീത് നൽകാൻ പ്രവാചകനോട് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, അക്രമികൾ അവരെന്ത് ചെയ്യുന്നത്, അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ആ ദിനം, ആ ശിക്ഷ അവരുടെ കണ്ണുമുന്നിൽ കാണുമ്പോൾ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു, ഞങ്ങളെ തിരിച്ചയക്കുമോ, പ്രവാചകന്മാരെ ഞങ്ങൾ പിൻപറ്റിക്കൊള്ളാം, ഇല്ലേ, അതുപോലെ തന്നെ അവരുടെ ദഅവത്തുകൾ അവർക്ക് ഞങ്ങൾ ഉത്തരം നൽകാം എന്നെല്ലാം അവർ പറയും. അവലം തഖൂലു അഖ്സംതും മിൻ ഖബ്ലു മാ ലക്കും മിൻ സബാൻ. ഖുർആൻ പറയാണ്, ഇതിനൊക്കെ നിങ്ങൾക്ക് മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ മാറ്റപ്പെടില്ല എന്നല്ലേ നിങ്ങൾ ദുനിയാവിൽ പറഞ്ഞിരുന്നത്, ഇതിനെയൊക്കെ നിങ്ങൾ അവഗണിച്ച് തള്ളിയില്ലേ, അങ്ങനെയല്ലേ നിങ്ങൾ ജീവിച്ചത് എന്ന് അല്ലാഹു അവർക്ക് മറുപടി കൊടുക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അംഗീകരിക്കാത്തവർ പോലും അംഗീകരിക്കുന്ന ഒരു ദിനം, അതിന്റെ ഉദാഹരണമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരലോകത്തേക്ക് വരുന്ന ഒരു രംഗമുണ്ട്, അല്ലേ? ആ രംഗം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവിടുന്ന് പറയുകയാണ്, യുൽഖാ ഇബ്രാഹിം അബാഹു ആസർ, ഇബ്രാഹിം നബി മഹ്ശറിലേക്ക് വരുന്ന, പരലോകത്തേക്ക് വരുന്ന രംഗമുണ്ട്. എവിടേക്കാ വരുന്നത്? സ്വന്തം ഉപ്പയുടെ മുന്നിലേക്ക് നാളുകൾക്ക് ശേഷം പിതാവിനെ കാണുകയാണ്. വല്ലാത്ത വൈകാരികമായ ഒരു രംഗമാണ്. യൗമൽ ഖിയാമത്തിന്റെ നാളിൽ അവിടെ വരുമ്പോൾ വഅലാ വജ്ഹിഹി ആസറ ഖതറത്തുൻ വഖറത്തുൻ, മുഖം മുഴുവനും പൊടി പുരണ്ട് കറുത്തിരുണ്ട് വല്ലാത്ത വികൃതരൂപവുമായി കടന്നു വരുന്ന സ്വന്തം പിതാവിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്പോൾ പിതാവിനോട് പറയും, പിതാവേ, അന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നെ അനുസരിക്കണമെന്ന്, അല്ലാഹു വിശ്വസിക്കണമെന്ന്, എന്നെ ധിക്കരിക്കരുത് എന്ന് പറഞ്ഞിരുന്നില്ലേ? താങ്കൾ അത് കേട്ടില്ലല്ലോ. അപ്പോൾ ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ പറയാണ്, ഇന്ന് ഞാൻ നിന്നെ അനുസരിക്കാതിരിക്കുകയില്ല, ഇന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നീ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം നബി പിതാവിനോട് പറയാണ്, യാ റബ്ബ്. ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തി എന്നിട്ട് പറയാണ്, യാ റബ്ബ്, റബ്ബേ, ഇന്നക വഅദതനി അല്ലാ തഅസിനി, അല്ലാഹുവേ, നീ എന്നെ അപമാനിക്കില്ല എന്ന് നീ എനിക്ക് വാഗ്ദാനം ചെയ്തതാണ്. ഇതിനേക്കാൾ വലിയ അപമാനം എന്താണ്? എന്റെ പിതാവിനെ ഈ രൂപത്തിൽ കാണുന്നതിനേക്കാൾ വലിയ അപമാനം എന്താണ് പടച്ചവനെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഏത് പ്രവാചകന്റെ പിതാവാണെങ്കിലും, ഏത് പ്രവാചകന്റെ മക്കളാണെങ്കിലും, ഏത് പ്രവാചകന്റെ എത്ര സ്വാലിഹായ മനുഷ്യന്റെ കുടുംബമാണെങ്കിലും ശരി, കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗ്ഗം ഹറാമാണ്. അല്ലാഹു പറയാണ്, സുമ്മ യഖാലു യാ ഇബ്രാഹിം, എന്നിട്ട് ഇബ്രാഹിം നബി അല്ലാഹു വിളിക്കും, എന്നിട്ട് പറയും, മാ തഹ്ത റിജ്ലൈക, നിന്റെ കാലിനടിയിലേക്ക് നീ നോക്കൂ. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ കാണുന്നത് രക്തത്തിൽ പിരണ്ട കുളമ്പുകളുള്ള ഒരു ചെന്നായ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ രൂപത്തിൽ, മോശപ്പെട്ട രൂപത്തിൽ പിതാവിനെ കാണുകയാണ്. അവന്റെ കാല് പിടിച്ച് നരകത്തിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്.
സഹോദരങ്ങളെ, ധിക്കാരിയായിട്ട് അഹങ്കരിച്ച് സ്വന്തം മകനെ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, ഉച്ചൈസ്വരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ മുൻപന്തിയിൽ നിന്ന് ആ പിതാവ് നാളെ പരലോകത്ത് വന്നിട്ട് സമ്മതിക്കുകയാണ് ഇത് സത്യമാണ് എന്ന്, ഇതനുസരിച്ച് ജീവിക്കണമായിരുന്നു എന്ന്. ഇത്തരം ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. ഈ അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കാനാണ് ഈ രംഗങ്ങൾ മുന്നിൽ വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ദീനിനെ പരിഗണിക്കാൻ, അതിന് മുൻഗണന കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകൾ, ഒരേ പള്ളിയിൽ വന്നവരാണെങ്കിലും, ഒരു നാട്ടിൽ ജീവിച്ചവരും, ഒരു തീന്മേശയിൽ ഭക്ഷണം കഴിച്ചവരാണെങ്കിലും, ഒരു മേൽക്കൂരയുടെ താഴെ ഉറങ്ങിയവരാണെങ്കിലും ശരി, നാളെ പരലോകത്ത് വരുമ്പോൾ എല്ലാവരും 3 വിഭാഗം ആളുകളായി അല്ലാഹു വേർതിരിക്കുമെന്നാണ് മഹ്ശറിൽ. 3 വിഭാഗം ആളുകളായി. ഏതൊക്കെയാണത്? 3 വിഭാഗം ആളുകളാണ്. ഒന്നാമത്തെ വിഭാഗം വലതുപക്ഷക്കാരാണ്. രണ്ടാമത്തത് ഇടതുപക്ഷക്കാരാണ്. എന്താണ് ഇടതുപക്ഷക്കാരെന്ന് അറിയുമോ? ഖുർആന്റെ ചോദ്യമാണ്. മൂന്നാമത്തെ വിഭാഗം സത്യവിശ്വാസികളും സൽപ്രവർത്തികളിൽ മുന്നേറിയവരുമാണ്. അവരാണ് സാമീപ്യം കിട്ടിയവർ. സുഖാനുഭൂതികളുടെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത് ആ ആളുകൾക്കാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒന്ന് വലതുപക്ഷക്കാർ, രണ്ടാമത് ഇടതുപക്ഷക്കാർ, മൂന്നാമത് ഖുർആൻ പറഞ്ഞത് സ്വർഗത്തിലേക്ക് മുന്നേറിയ സൽക്കർമ്മകാരികളായ ആളുകൾ. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, ഇതിൽ ഏത് കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വലതുപക്ഷക്കാരും മുന്നേറിയവരും, ആ പറഞ്ഞ 2 വിഭാഗം, ഒന്ന് വലതുപക്ഷക്കാരെന്ന് പറഞ്ഞതും അതുപോലെ സ്വർഗത്തിലേക്ക് മുന്നേറിയവർ എന്ന് പറഞ്ഞവരും, അവരാണ് സത്യവിശ്വാസികൾ. അവരാണ് ദീനിനെ പരിഗണിച്ച് ജീവിച്ചവർ. ആരുടെ ആക്ഷേപവും വകവെക്കാതെ ദീന് ഫോളോ ചെയ്തുകൊണ്ട് ജീവിച്ചവർ അവരാണ്. അവർ സ്വർഗത്തിന്റെ ആളുകളാണ്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, മനസ്സിന്റെ ഇച്ഛകളെ മാറ്റി നിർത്തി, എല്ലാ ഹറാമുകളെയും മാറ്റി നിർത്തി, എല്ലാ മടികളെയും മാറ്റി നിർത്തി ദീനനുസരിച്ച് മുന്നോട്ട് പോയവരാണ്. അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്. അവർക്കുള്ളതാണ് സ്വർഗം. അതേതെങ്കിലും വീടുകളിൽ മരണം നടക്കുമ്പോൾ മാത്രമുള്ള ഈമാനല്ല, അതേതെങ്കിലും റമദാനുകളിൽ മാത്രം ഉണ്ടാകുന്ന ഈമാനല്ല, അതേതെങ്കിലും സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതല്ല. അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും ദീനനുസരിച്ച് പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുകയും ചെയ്ത ആളുകളാണ് അവർ. ഇനി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇടതുപക്ഷക്കാർ എന്നാണ്. അത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇടതുപക്ഷക്കാർ എന്നാണ്. ഏതാണ് ഇടതുപക്ഷക്കാർ? അതിര് കവിഞ്ഞവർ, ഇഹലോകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തവർ. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ആരതിര് കവിയുകയും ദുനിയാവിന്റെ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തുവോ? അല്ലാഹുവിന്റെ ദീനിനെ കാറ്റിൽ പറത്തി ജീവിച്ചവർ, അവരെ പരലോകത്തെ പാടെ മറന്നുപോയവരാണവർ. ഹയാത്തുൽ ദുനിയയെ കൂടുതൽ സ്നേഹിച്ചു ജീവിച്ചവരാണവർ. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് നരകമുള്ളത്, ഖേദമുള്ളത് എന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് പരിശുദ്ധ ഖുർആന്റെ പതിപ്പുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബോധ്യപ്പെടലിന്റെ ചില സന്ദർഭങ്ങളെ കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിലേക്ക് എത്തുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവര് 3 വിഭാഗം ആളുകളായിട്ടാണ് അല്ലാഹു തിരിക്കുക. അതിൽ 2 വിഭാഗം ആളുകൾ വലതുപക്ഷക്കാർ, അതുപോലെ തന്നെ മുന്നേറിയവർ, സൽക്കർമ്മങ്ങൾ കൊണ്ട് ആകാശഭൂമികളോളം വിശാലമായി സ്വർഗത്തിലേക്ക് കിടമത്സരം നടത്തിയവർ, ഇവർ സ്വർഗാവകാശികളാണ്. രണ്ടാമത്തെ വിഭാഗം നരകത്തിലേക്ക് പോകുന്ന മറ്റൊരു വിഭാഗം ഇടതുപക്ഷക്കാരാണ്. അവരെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പഠിപ്പിച്ചു. സ്വന്തം കരിയർ കെട്ടിപ്പടുക്കാനും അതുപോലെ തന്നെ ദുനിയാവിന്റെ താല്പര്യങ്ങളും ഇച്ഛക്കും അനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ആ നിലക്ക് ജീവിതത്തിൽ ടൈം ടേബിൾ ഉണ്ടാക്കി കഠിനമായി പരിശ്രമിക്കുമ്പോഴും
ദീനിന്റെ കാര്യങ്ങളെ പ്രയാസമായി കണ്ട് ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ബോധപൂർവം അകന്നു നിന്ന് ഉപദേശങ്ങളെയൊക്കെ പരിഹസിച്ചു തള്ളി തന്റെ അലംഭാവങ്ങളെയും ഈ സുഖങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകൾ, ഇത്രയൊക്കെ കടിച്ചത വേണോ, ദീനിൽ ഇത്രയൊക്കെ കാടിന് പിടിക്കേണ്ട കാര്യമുണ്ടോ, ഇത്രയൊക്കെ ആവശ്യമുണ്ടോ, കുറച്ചൊക്കെ അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ഇന്നൊരു ഇന്റർവ്യൂവില് ആളുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിൽ പറയുന്നത്, എന്നെ അള്ളാഹ്ക്കറിയാം, അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടം പോലെ ജീവിക്കും, അതൊന്നും പ്രശ്നമില്ല, അള്ളാഹിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നിലക്കൊക്കെ ഉള്ള വർത്തമാനങ്ങൾ, അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു വിനയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹം വളർന്നു വരുന്ന ഈ കാലത്ത് നമ്മൾ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണേണ്ടത്. എന്റെ ജീവിതമാണ്, എന്റെ ജീവിതത്തിലെ കാര്യം ഇടപെടേണ്ട കാര്യമില്ല, എന്റെ ലൈഫ് ഞാൻ ഇഷ്ടം പോലെ ആസ്വദിക്കും. ഈ നിലയ്ക്കുള്ള വർത്തമാനങ്ങളാണ് കുട്ടികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് അകപ്പെട്ടു പോകുന്ന വലിയൊരു ദുരന്തമാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈ രംഗങ്ങൾ, ഈ ഭയാനകരമായ രംഗങ്ങൾ വരുന്നതിന് മുമ്പ് എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിലേക്ക് മടങ്ങാനുള്ള ശ്രമം ഉണ്ടാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും ഉദാരമായ അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടി സംഭാവന നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ വരുന്ന 2 സഹോദരിമാരുടെ ഉമ്മ മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എല്ലാവരും ആത്മാർത്ഥമായ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു അവരുടെ ഖബറുകളെ മഗ്ഫിറത്തും റഹ്മത്തിനെയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കുടുംബാദികൾ, മാതാപിതാക്കൾ, അല്ലാഹു അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തിനെയും ആഫിയത്തിനെയും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ പൂർണ്ണമായ നിർഭയത്തെ അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ, മാരകമായ രോഗങ്ങൾക്കും അപകട മരണങ്ങൾക്കും അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണേ. റഹ്മാനെ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. الحمد لله.